ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് രജനീകാന്തിന്റെ കാര്യം അറിയാം. രജനീകാന്ത് അദ്ദേഹം ആ, രാഷ്ട്രീയത്തിലേക്കൊന്ന് രംഗപ്രവേശം ചെയ്യാൻ ഒരുങ്ങി, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പിൻവാങ്ങി. ആൾക്കൂട്ടം എന്നുള്ളത്, ഈ സിനിമയ്ക്ക് കൈയടിക്കുന്നവർ എന്നുള്ളത് വോട്ടായി മാറില്ല, അവർ വോട്ടർമാരാകില്ല എന്ന തിരിച്ചറിവിൽ അദ്ദേഹം മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ സംഭവവികാസങ്ങളിലൂടെ ഞാൻ അന്നേ മാറിയത് നന്നായി എന്നൊരു വിലയിരുത്തലിലേക്ക് സ്വാഭാവികമായും രജനീകാന്ത് എത്താൻ സാധ്യതയില്ലേ? തമിഴകത്ത് ഏറ്റവും അധികം പിൻബലമുള്ള ഫാൻ ക്ലബ്ബുകളുള്ള വീരാരാധനയുള്ള നേതാവ് അല്ലെങ്കിൽ ഒരു മുഖമാണ് രജനീകാന്തിൻ്റേത്. രജനീകാന്ത് വിവേകപൂർവ്വം പ്രവർത്തിച്ചു. അതിനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ ഈ മക്കൾ നീതി മെയ്യവുമായി കമലഹാസൻ രംഗപ്രവേശം ചെയ്ത് കാര്യമായ നേട്ടമുണ്ടാക്കാനാവാതെ പോയത്, ഒരു ചലനം പോലും ഉണ്ടാക്കാൻ കഴിയാതെ പോയി. ആ അനുഭവം തനിക്കും വരണ്ട, തൻ്റെ മെഗാ സ്റ്റാർ സ്റ്റേറ്റസ് നിലനിർത്താം എന്നതായിരിക്കാം ഒരുപക്ഷെ രജനീകാന്തിനെ ഭരിച്ചത്. മറ്റൊരു കാര്യവും കൂടി രജനീകാന്തിന് മനസ്സിലായിട്ടുണ്ടാവണം. ഇവിടെ തമിഴ്നാട്ടിൽ കെയ്ഡർ സംവിധാനമുള്ള, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കെയ്ഡർ സംവിധാനമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്. MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അപ്പോൾ അവിടെ ഈ വീരാരാധനയല്ല, അവിടെ കൃത്യമായ സ്ക്വാഡ് വർക്കുള്ള ഒരു പാർട്ടിയാണ്. ഏറ്റവും മോശ കാലഘട്ടത്തിൽ ഉൾപ്പെടെ DMK-യുടെ കൂടെ നിൽക്കാൻ ആളുണ്ട്. DMK പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും തീരെ വീക്കായിരുന്നില്ല. പക്ഷേ അതുപോലെ അല്ല അണ്ണാ DMK-യുടെ ഓപ്പറേഷണൽ ഡൈനമിക്സ്. MGR അല്ലെങ്കിൽ ജയലളിത അല്ലെങ്കിൽ വലിയൊരു നേതാവ്, ആ നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് മാസ് പാർട്ടി എന്ന് പറയുന്നത്. സമാനമായ ശൈലിയിലാണ് വിജയിൻ്റെ തമിഴക വെട്രി കഴകം പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു മാസ് പാർട്ടി എന്നുള്ള നിലയിലാണ്. അതുകൊണ്ടാണ് ആൾക്കൂട്ടം ഒരു ഒപ്റ്റിക്സായി വരികയും അത് സ്പൈറലിംഗ് കാസ്കേഡിംഗ് ഇഫക്റ്റായി സംസ്ഥാനത്താകമാനം വരികയും അതൊരു തരംഗമായി ആഞ്ഞടിക്കുകയും ആ ഒരു വികാരത്തള്ളലിൽ ജനം ധാരധാരയായി പോളിംഗ് ബൂത്തിലെത്തി കേഡർ സംവിധാനമൊന്നുമില്ല എങ്കിൽ പോലും ആ മാസ് പ്രഷറിൽ വോട്ട് ചെയ്യും എന്ന ഒരു കണക്ക് കൂട്ടലിലാണ് വിജയ് പാർട്ടി മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയ ഇടങ്ങളിൽ, അതായത് നാരോ ഗലീസ് അല്ലെങ്കിൽ ചെറിയ റോഡുകളിൽ വലിയ തിക്കും തിരക്കുമായി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ട്. അതൊരു വികാരമായി ആളിപ്പടരും. അതേസമയം ഒരു മഹാസമ്മേളനം ഒരു വലിയ ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ആ വിഷ്വൽ ഇമ്പാക്റ്റ് അത്രയും ഉണ്ടാവില്ല. ആ ഒരു ചിന്ത ഒരു പക്ഷേ വിജയിൻ്റെ ഉപദേശകരെ ഭരിച്ചിട്ടുണ്ടാവണം. കാരണം ആരാണ് വിജയ് എന്ന വ്യക്തിയുടെ ഉപദേശകർ? അദ്ദേഹത്തെ ഒരു താരമായി പ്രൊജക്റ്റ് ചെയ്യാൻ എടുത്ത തീരുമാനമാണ് ബ്ലണ്ടറായത്. അദ്ദേഹം താരമല്ല, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമമാണ് താരം. ഗ്ലാമർ താരം എന്നത്, സിനിമാ താരം എന്നത് പൂർവാശ്രമമായി കണ്ടുകൊണ്ട് വ്യക്തമായ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുകയാണ് തമിഴ്നാടിന് വേണ്ടി ഒരു വികസന പദ്ധതി. വെറുതെ വികസനമെന്ന് പറഞ്ഞാൽ പോരാ, ഈ അഭ്രപാളികളിൽ കണ്ട വികസനമൊന്നും യഥാർത്ഥത്തിൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം പാർട്ടി നേതാക്കൾക്ക് ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് ഒരു വ്യക്തമായ അജണ്ടയോ വ്യക്തമായ ഐഡിയോളജിയോ വ്യക്തമായ പ്രോഗ്രാം പോളിസീസോ വ്യക്തമായ ഒരു രൂപരേഖയോ ഇല്ലാതെ ആൾക്കൂട്ടത്തെ തട്ടിക്കൂട്ടി എടുത്ത ഒരു പാർട്ടി, ആ പാർട്ടി ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോഴേക്കൊരു അത്യാഹിതം സംഭവിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ ഇത് വരാനിരിക്കുന്നുണ്ട്, വലിയ ദുരന്തമാകുമായിരുന്നു. ഒരു ഭരണകൂടമായി ഈ പാർട്ടി മാറുകയാണ് എങ്കിൽ വിജയിൻ്റെ ഈ ഒരു പ്രവൃത്തി, അതായത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രോങ് ലീഡറുടെ, സെൻസിബിൾ ലീഡറുടെ ഹോൾമാർക്ക് എന്താണ്? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു പ്രതിബന്ധം ഉണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുക, ധീരമായി നേരിടാൻ കഴിയുക. ഇപ്പോൾ വിജയ് എന്ന വ്യക്തി ആ നിമിഷം ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ചാടി ഇറങ്ങണം എന്ന് പറയത്തക്ക മൗഢ്യം എനിക്കില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത്, കാരൂർ പ്രദേശത്ത് തന്നെ ഏതെങ്കിലും TVയിലോ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്തുകൊണ്ട് ദുരിതാശ്വാസത്തിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും ഒക്കെ പോകാൻ പറ്റുമെങ്കിൽ വിജയ്ക്കും പോകാൻ പറ്റണം. അങ്ങനെ ആളുകൾക്കിടയിലേക്ക് ആ രൂപത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ വരരുത്, ഇങ്ങനെ താരമായ ആകാശത്ത് നിന്നാൽ മതി. വരരുത് അതെ, അഭ്രപാളികളിൽ നിന്നും വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരണം. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഫ്രം ക്ലൗഡ് 9 ടു ഗ്രൗണ്ട് 0 എന്ന നിലയിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഒരുതരം ക്രാഷ് ലാൻഡിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി എത്ര ശ്രമിച്ചാലും ഈ കളങ്കം പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞ ഒരു ആംഗിൾ വളരെ പ്രസക്തമാകുന്നത്. ഈ ഡിബേറ്റ് പൂർണ്ണമാകണമെങ്കിൽ ദർ ഇസ് എ പൊളിറ്റിക്കൽ ആംഗിൾ ഓൾസോ. ഇത് കൺസിഡർ ചെയ്യാതെ ഒരുപക്ഷെ ഈ ഡിബേറ്റ്, ഇന്നത്തെ ഈ ഡിബേറ്റ് പൂർത്തിയാവില്ല. ഇതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട്. ഒരുവൻ്റെ വീഴ്ച, ഒരു പാർട്ടിയുടെ വീഴ്ച അത് മറ്റൊരു പാർട്ടിക്ക്, മറ്റൊരു സംവിധാനത്തിന് വളമാകുമോ എന്നതാണ് ഒരു രാഷ്ട്രീയമായ തമിഴകം ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ BJPക്കും സംഘപരിവാറിനുമെതിരെ ദക്ഷിണേന്ത്യയിൽ
ഏറ്റവും ശക്തമായി നിൽക്കുന്ന സംഘടന DMK ആണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കാലത്തും ഇന്ത്യ മുന്നണിയിലെ ഉറച്ച ഘടകകക്ഷി, കാര്യമായ അലോസരങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കാത്ത ഘടകകക്ഷി എന്ന നിലയിൽ DMKക്ക് തീർച്ചയായും BJPയുടെ തേരോട്ടത്തെ തടയാനാകും. അതുകൊണ്ട് BJP പല മാർഗങ്ങൾ ഉപയോഗിച്ചു. AIADMKയുമായി മാറിയും മറിഞ്ഞും ചരിഞ്ഞും ചിരിഞ്ഞും ചാഞ്ഞും തിരിഞ്ഞും ഒക്കെ സഖ്യങ്ങളുണ്ടാക്കി ഇപ്പോൾ വീണ്ടും അവർ ഒന്നിച്ചു വരികയാണ്. പക്ഷെ അത് പോരാ എന്ന് വരുന്നു. കാരണം ഒരു വിജയം നേടാൻ, തമിഴകത്തൊരു വിജയം നേടാൻ ഇന്നത്തെ നിലയിൽ AIADMK BJP കമ്പൈന് സാധിക്കാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുകയാണ്. അത് സ്റ്റാലിന് പ്രഥമ ദൃഷ്ട്യാ ഗുണകരമാകേണ്ടതാണ്. കാരണം ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ 2ആയി 3ആയി 4ആയി ചിതറും. BJPയിലേക്കും ADMKയിലേക്കും മറ്റു ചെറിയ പാർട്ടികളിലേക്കും കൂട്ടത്തിൽ വിജയ് പാർട്ടിയിലേക്കും ചിതറുമ്പോൾ സ്റ്റാലിൻ്റെ ഭരണം, DMK ഭരണം മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ ആ ഒരു സ്റ്റേജും കഴിഞ്ഞ് ഒരുപക്ഷെ സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നു. ഈ ആൾക്കൂട്ടം പേടിപ്പെടുത്തുന്ന ആൾക്കൂട്ടം തന്നെയാണ്. അത് തന്നെയാണ് വിജയ് ആഗ്രഹിച്ചതും. സ്റ്റാലിൻ്റെ ഉറക്കം കെടുത്തുന്ന, പ്രത്യേകിച്ച് തൻ്റെ അനന്തരാവകാശിയായ ഉദയനിധി സ്റ്റാലിൻ്റെ വലിയ സാധ്യതകളെ തല്ലിക്കൊഴിക്കുന്ന വൻപൻ മുന്നേറ്റമാണ് വിജയ് നടത്തുന്നത് എങ്കിൽ അത് ആദ്യം ഒരു പ്രാവശ്യമൊക്കെ തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയും. കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി മാറാനും കഴിയും. ഇതൊക്കെ ഒരു സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അവർ തന്നെ സ്വന്തം ശവക്കുഴി ഈ പാർട്ടി തന്നെ തോണ്ടിക്കൊള്ളും എന്ന ഒരു കുശാഗ്ര ബുദ്ധി ഉണ്ടാവാം. നോക്കൂ, ഈ മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നോക്കൂ. ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ മീറ്റിംഗിലെ സ്റ്റാമ്പേഡിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ ഏറ്റവും പ്രധാനമായി എൻ്റെ മനസ്സിലിപ്പോൾ ഓടിയെത്തുന്നത് മധ്യപ്രദേശിൽ ഒരു പതിറ്റാണ്ടിന് മുമ്പ് 15 വർഷം മുൻപ് നടന്നൊരു സാരി വിതരണം. BJPയുടെ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തും, വലിയ ജനകീയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ. ആ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേകളും ഉറപ്പിച്ചിരുന്ന സമയത്താണ് ഒരു സാരി വിതരണ കേന്ദ്രത്തിൽ ഉണ്ടായ സ്റ്റാമ്പീഡ് ഏതാനും മരണങ്ങൾക്ക് കാരണമാവുകയും അവിടെ കോൺഗ്രസ് പാർട്ടി ഒരു നാരോ മെജോറിറ്റിയിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. അത് അവസാന ഭാഗമാണ്. അതിനുശേഷം പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് മധ്യപ്രദേശിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറക്കുന്നില്ല. പക്ഷേ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായി, വലിയ ഡെത്ത് ഉണ്ടായി. അതിൻ്റെ ഷോക്ക് എന്ന് പറയുന്നത് അത് കേവലം 6 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. കേരളത്തോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ട സംസ്ഥാനമാണ് തമിഴ്നാട് എന്നുകൂടി ഓർക്കണം. ഇതുകൊണ്ട് ഈ ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്നത് 20 ലക്ഷം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷത്തിൻ്റെ ഡബിൾ അങ്ങോട്ട് വയ്ക്കുകയാണ്. 20 ലക്ഷം കേന്ദ്ര സർക്കാർ 2 ലക്ഷം പ്രഖ്യാപിച്ചു. അതുപോലെ ചെറിയ പരിക്കുകൾ പറ്റിയവർക്ക് 2 ലക്ഷം, 1 ലക്ഷം സംസ്ഥാന സർക്കാർ പറയുമ്പോൾ ഇതാ താൻ 2 ലക്ഷം നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നത് മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു വലിയ കാര്യം നഷ്ടപ്പെട്ടവരിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ അതിക്രൂരമായി അല്ലെങ്കിൽ നിർവികാരമായി വിജയ് പെരുമാറി എന്ന രൂപത്തിൽ തന്നെയാണ്. കാരണം അവർ വന്നതെങ്ങനെയാണ് വിജയെ കാണാൻ? എപ്പോൾ മുതൽ വന്നിരിക്കുന്നു? പുലർച്ചെ മുതൽ അവിടെ വന്നു നിൽക്കുകയാണ്. അങ്ങനെ പുലർച്ചെ മുതൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ആ കൊടും ചൂടിൽ അവർ കാത്തു നിൽക്കുന്നു, രാത്രി 7:50 വരെ. എന്നിട്ട് ആ നേതാവ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അത് ജനം മറക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്.